പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും LED സെൻറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 10mm LED സ്ട്രിപ്പിന് പറ്റിയ ചില കണക്ടറുകളാണ്. ഇത് 90 ഡിഗ്രി ബെൻഡ് ചെയ്യാൻ പറ്റുന്ന കണക്ടറാണ്. ഇത് കണക്ടർ വിത്ത് വയറാണ്. പിന്നെ ഇത് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണക്ടറാണ്. അപ്പോൾ നമുക്ക് സ്ട്രിപ്പുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് സോൾഡറിങ് ഒഴിവാക്കി നമ്മളുടെ ജോലിയുടെ സമയം വളരെ കുറച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ജോയിൻറ്റ്സ് വളരെ നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കണക്റ്റേഴ്സാണ് ഈ വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ റീയൂസബിൾ ആയിട്ടുള്ള കണക്റ്റേഴ്സാണ് വരുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് ജസ്റ്റ് സ്ട്രിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ കഴിഞ്ഞാൽ തന്നെ നമുക്ക് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നമ്മൾ പലവിധ റീൽസിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള സെയിം പ്രോഡക്റ്റുകൾ. ഇപ്പം നമുക്ക് LED സെൻറ്ററിലും ഇത് വന്നിട്ടുണ്ട്. കൊല്ലം കുണ്ട്ര ആശുപത്രി മുക്കിലാണ് LED സെൻറ്റർ എന്ന് പറഞ്ഞ ഷോപ്പ് വരുന്നത്. ഇവിടുന്ന് ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് കഴിയുന്നതാണ്. ഇനി നമുക്കിതിനകത്ത് സ്ട്രിപ്പിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 240 LEDs വരുന്ന 10mm സ്ട്രിപ്പാണ്. 10mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പിൻ്റെ വീതിയാണ് 10mm. ഇവിടെ എനിക്കിത് 90 ഡിഗ്രിയിൽ തിരിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന L കണക്ടർ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഈ ഒരു കണക്ടർ എനിക്ക് ഉപയോഗിച്ച് എനിക്കിതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസേർട്ട് ചെയ്തേക്കുന്നതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. മനസ്സിലായില്ലേ? ഇനി ഈ L കണക്ടർ ഇൻസേർട്ട് ചെയ്ത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിതിനെ SMPS കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു തലപ്പെടുത്തിട്ട് പവർ സപ്ലൈയിൽ കൊടുക്കുമ്പോൾ ഈ ഫുൾ ലെങ്ത് നമുക്ക് വർക്ക് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 90 ഡിഗ്രിയിൽ ജോയിൻറ്റ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് സോൾഡറിങ് ഒന്നും ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. നമുക്കിത് തമ്മിൽ ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രിപ്പ് തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുകയും 90 ഡിഗ്രിയിൽ ഇതിനെ നമുക്ക് ബെൻഡ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും. അതാണ് ഈ ഒരു L കണക്ടറിൻ്റെ പ്രത്യേകത. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കണക്ടർ, അത് പ്ലസ് വയറാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലും ഡെഡ് എൻഡുകൾ വരികയാണെങ്കിൽ ആ സ്ട്രിപ്പ് നമുക്ക് സോൾഡർ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. വയർ ഇത് ജസ്റ്റ് അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്ത് നമുക്ക് അവിടെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് 10mm സെയിം 240 LED വരുന്ന സ്ട്രിപ്പാണ്. ഇവിടെ കട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ സോൾഡർ ചെയ്താലേ പറ്റുള്ളൂ. ഞാനവിടെ ആ ഒരു കണക്ടർ ഇട്ടിട്ട് അതെങ്ങനെയാണ് സംഭവം നോക്കാം. അപ്പോൾ ഈ കണക്ടർ ഇടാൻ വേണ്ടിയിട്ട് മേളിൽ ഈ കാണുന്ന ജോയിൻ്റുള്ള വശം, അതായത് കോപ്പർ പാഡ് കാണുന്ന വശം, നമ്മളുടെ ഈ ഒരു കണക്ടറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു പ്രൊജക്ഷൻ കാണാനായിട്ട് പറ്റും കമ്പിയുടേത്. അതിനകത്ത് തട്ടുന്ന രീതിയിൽ വേണം ഈ സ്ട്രിപ്പ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇൻസേർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ പരിപാടി. വേഗം ഒന്ന് കയറ്റിക്കുക. ഓക്കെ, അതിനകത്തോട്ട് സ്ട്രിപ്പ് നല്ല രീതിയിൽ കയറ്റി വയ്ക്കുന്നു. ഈ ക്ലിപ്പ് പ്രസ് ചെയ്യുന്നു. അതുകൊണ്ട് കാര്യം കഴിഞ്ഞു. ഈ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. ഇനി പവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഓക്കെ, അത് വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ഇനി ഒരു സ്ട്രെയിറ്റ് കണക്ടർ കൂടെ ഉണ്ട്. അതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ സ്ട്രെയിറ്റ് കണക്ടർ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സ്ട്രിപ്പാണ്. ഇതിപ്പം വേറെ ഒരു പീസ് സ്ട്രിപ്പ്. ഇത് തമ്മിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് തമ്മിൽ സോൾഡർ ചെയ്തൊക്കെ കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. സോൾഡറിങ് ചെയ്യാൻ ചൂടാക്കണം, ലെഡ് ഉപയോഗിക്കണം. ഒരു 5-10 മിനിറ്റ് നമുക്ക് ചിലവാക്കാം. പക്ഷേ എങ്കിൽ ഈ സ്ട്രെയിറ്റ് കണക്ടർ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെയാണ് സ്ട്രിപ്പ് ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതിനകത്ത് 2 എൻഡിൽ സ്ട്രിപ്പ് കയറ്റാമെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. ഇപ്പോൾ L കണക്ടർ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇളക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സ്ട്രിപ്പ് പിടിപ്പിക്കുന്ന പോലെ തന്നെ വളരെ എളുപ്പമാണ് അത് ഇളക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള ക്ലിപ്പിൽ പിടിച്ച് ജസ്റ്റ് ഒന്ന് അകത്തിയതിന് ശേഷം മേലോട്ട് പൊക്കിക്കഴിഞ്ഞാൽ അത് ഊരിങ്ങി വരും. ഓക്കെ, ഇത്രയും പരിപാടിയേ ഉള്ളൂ അത് ഊരി തിരിച്ചെടുക്കുന്നത്. ഇനി ഇത് 2 സ്ട്രിപ്പ് സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കണക്ടറിനകത്തോട്ട് ഒരു ഭാഗം സ്ട്രിപ്പ് പ്രസ് ചെയ്തു. അടുത്ത പാർട്ട് താണ്ടേ ഈ പാർട്ട് അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് കണക്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ. വളരെ നീറ്റായിട്ടുള്ള ജോയിൻ്റാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്കിതിനെ പവർ ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ പവർ ചെയ്ത് 12 വോൾട്ട് കൊടുത്ത ശേഷം സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നതാണ് ഈ കാണുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും വേഗത്തിൽ നമുക്ക് ഈ കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. നീറ്റായിട്ട് തന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. എവിടെയാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരാനായിട്ട് കഴിയുന്നതാണ്.